ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഒരു പീസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇതുകൊണ്ട് നമ്മൾ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. പിന്നീട് നമ്മൾ ബാക്കിലേക്ക് മടക്കി ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നീട് നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനിടയിലൂടെ ഒക്കെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഒരു ഫ്ലവർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് അതിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ കളർ പെയിന്റ് ആണ് അതിലേക്ക് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ ഫോം ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് തണ്ടുകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൽ നിന്നും ഇതുപോലെ ചെറിയ പീസ് തണ്ടിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് സാറ്റൻ റിബൺ കൊണ്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ അതൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ സാറ്റൻ റിബണൊക്കെ അതിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവറിന്റെ താഴെയുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാറ്റൻ റിബൺ കെട്ടിക്കൊടുത്തതിന്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ഈ ഒരു കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രഷിന്റെ ബാക്ക് വശം കൊണ്ട് പെയിന്റ് ഉപയോഗിച്ച് ഇതിന്റെ അരികിലൂടെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഇലകളൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഇലകളൊക്കെ വേണമെന്നുള്ളവർക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായി നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. അപ്പോൾ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.